ഇരിങ്ങാലക്കുടയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഷീല സണ്ണിയെ വ്യാജ ഡ്രഗ് കേസിനകത്ത് പെടുത്തിയ വാർത്ത നമുക്കെല്ലാവർക്കും മനസ്സിലായി. 51 വയസ്സുള്ള സാധുവായ ഒരു സ്ത്രീയാണ് ഷീല സണ്ണി. അവർ ജീവിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി. ഒറ്റ മുറി. അവിടെ അവർ രാവിലെ 10-10:30 വീട്ടിൽ നിന്ന് വരും. അവിടെ ബ്യൂട്ടി പാർലർ കഴിഞ്ഞിട്ട് അവർ മടങ്ങി ഒരു 2 വീലറിൽ പോകും. ഇരിഞ്ഞാലക്കുടയിലെ എക്സൈസ് ഇൻസ്പെക്ടർ അവരെ ഒരു വർഷം മുമ്പ് അവരെ LSD സ്റ്റാമ്പ് പേപ്പർ വിൽക്കുന്നു എന്ന ആരോപണത്തിൽ അവിടെ വന്ന് റെയ്ഡ് ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്തു. അവരെ 2 വീലറിൽ നിന്ന് LSD സ്റ്റാമ്പ് പേപ്പർ കുറേ എടുത്തു. അവരെ വാനിറ്റി ബാഗ് ഓഫീസ് മുറിക്കകത്തിരുന്ന് അത് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിലെ ഒരു മൂലയിൽ ചെറിയ തുളച്ച് അതിനകത്ത് 6 സ്റ്റാമ്പ് പേപ്പർ വെച്ചു. ഇതാണ് എക്സൈസ് ഇൻസ്പെക്ടർ കണ്ടെത്തിയത്. അവരെ അറസ്റ്റ് അന്നേരം ചെയ്തു. 2 വനിതാ എക്സൈസ് ഉദ്യോഗസ്ഥയുണ്ടായിരുന്നു. ഇൻസ്പെക്ടറോടെ ചേർന്ന് അറസ്റ്റ് ചെയ്ത് അവരെ 72 ദിവസം ജയിലിൽ പാർപ്പിച്ചു. അവരുടെ ഭർത്താവും മകനും അവരെ ജയിലിൽ പോയി കണ്ടു. അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവർ കഞ്ചാവെന്ന് കേട്ടിട്ടുണ്ട്, LSD സ്റ്റാമ്പ് പേപ്പറിന് ഇതുവരെ കേട്ടിട്ടേയില്ല. നാട്ടുംപ്രദേശുകാരിയായ ഒരു സാധു സ്ത്രീ. പക്ഷേ അവരെ 72 ദിവസം കഴിഞ്ഞപ്പം ഹൈക്കോടതി അവരെ ജാമ്യം കൊടുത്ത് വിട്ടു. അവരുടെ FIR അത് റദ്ദ് ചെയ്തു. കാരണം LSDയുടെ റിസൾട്ട് വന്നു. ആ റിസൾട്ടിനകത്ത് അത് വെറും ഹാർഡ് പേപ്പർ, കട്ടിക്കടലാസ് എന്ന് അസിസ്റ്റൻ്റ് എക്സാമിനർ പരിശോധനയ്ക്ക് ശേഷം ഇത് സ്റ്റാമ്പ് പേപ്പർ, LSD സ്റ്റാമ്പ് പേപ്പർ അല്ല എന്ന് റിപ്പോർട്ട് കോടതി കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്ത ശേഷവും ആ എക്സൈസ് ഇൻസ്പെക്ടർ അവരെ ആ നിരപരാധിയായ സ്ത്രീയെ ഒഴിവാക്കേണ്ട ചുമതലയുള്ള അദ്ദേഹം വീണ്ടും കുറേ ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതിയുടെ ഇൻ്റർവെൻഷനോടുകൂടിയാണ് അവർ ജയിൽ മോചിതയായത്. കേരളത്തിലെ ഞടുക്കിയൊരു സംഭവം തന്നെയാണ്. സാധുവായ ഒരു വീട്ടമ്മ അവർ ജീവിക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നു. അവിടെ ഇംപ്ലാന്റ് ചെയ്തു. ആരോ അതിനകത്ത് LSD കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. അവരെ ട്രാപ്പ് ചെയ്തു. പക്ഷേ അവരൊരു കാര്യം പറഞ്ഞിരുന്നു, എനിക്കിതേപ്പറ്റി യാതൊരു വിവരവുമില്ല, ഇത് ആരെങ്കിലും പ്ലാൻ ചെയ്തതായിരിക്കും. പക്ഷേ ഇതിനകത്ത് തൻ്റെ വീട്ടിൽ ഉള്ള ഒരു വാനിറ്റി ബാഗ് വീട്ടിൽ നിന്ന് താൻ അത് കൊണ്ടുവന്നാൽ തൻ്റെ ഒറ്റമുറിയുള്ള ഓഫീസിനകത്ത് വയ്ക്കും. അതിൻ്റെ സൈഡ് കീറി അതിനകത്ത് 3 സ്റ്റാമ്പ് പേപ്പർ വെക്കാൻ, അല്ലെങ്കിൽ 5-6 സ്റ്റാമ്പ് പേപ്പർ വെക്കാൻ ഈ ഓഫീസിനകത്തിരിക്കുന്ന വാനിറ്റി ബാഗിനകത്ത് വെക്കാൻ കഴിയില്ല. അത് തൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന വാനിറ്റി ബാഗിനകത്ത് വെക്കാനേ കഴിയൂ എന്ന് അവരൊന്ന് പറയുകയും ചെയ്തു. 72 ദിവസം ജയിലിൽ കിടന്നിട്ട് അവർ ജാമ്യത്തിൽ ഇറങ്ങി. അവരുടെ FIR ഹൈക്കോടതി റദ്ദ് ചെയ്തു. അതിനുശേഷം ആരാണ് ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തത് എന്ന് എക്സൈസ് ഇൻസ്പെക്ടർ എടുത്ത് പറയാൻ പറഞ്ഞു. അത് കണ്ടെത്താൻ പറഞ്ഞു. അവരെ കണ്ടെത്താൻ 1 വർഷം സമയമെടുത്തു. അവിടെയാണ് സംശയം വീണ്ടും വരുന്നത്. ഇത് പ്ലാൻ ചെയ്തതാണെന്ന് ക്ലിയറായി. ആ LSD സാധനം, അതിനകത്ത് സ്റ്റാമ്പ്, ഇതിനകത്ത് യാതൊരുവിധ ഡ്രഗ്സിൻ്റെ അംശങ്ങളില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കേസ് നിരപരാധിയായ ഒരാളെ കുരുക്കിയതാണ് എന്ന് കൃത്യമായി. ആരാണ് കുരുക്കിയത്? എവിടുന്നാണ് ആ എക്സൈസ് ഇൻസ്പെക്ടർക്ക് ഇൻഫർമേഷൻ കിട്ടിയത്? മൊബൈലിൽ വന്ന ഇൻഫർമേഷനാണ്.
പക്ഷെ അയാൾ തയ്യാറാക്കിയ ആ FIR-നകത്ത് 1 വർഷത്തോളം ഇവരെ നിരീക്ഷിച്ച് ഇവർക്ക് ഈ ബിസിനസ് ഉണ്ടെന്ന് കണ്ടെത്തി അവർ വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് താൻ പിടിച്ചതെന്ന് അവരുടെ ആ FIR-നകത്ത് എഴുതിയിരുന്നു, അയാളുടെ സോമോട്ടോ റിപ്പോർട്ടിൽ. പക്ഷേ അവരുടെ വീട് അവിടെ ഏതെങ്കിലും അക്സസ് ഉള്ളവർക്ക് വേണ്ടി മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് അസന്നിഗ്ധമായി എന്ന് അവർ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു വിവരം പുറത്തു വന്നത് ആ പ്ലാൻ ചെയ്തെന്ന് പറയുന്ന ആളെ കണ്ടെത്തി എന്നുള്ളതാണ്. തൃപ്പൂണിത്തുറ എരൂർ സ്വദേശിയായ നാരായണ ദാസ്, അയാൾക്ക് 52 വയസ്സുണ്ട്. അയാളാണ് ഇത് പ്ലാൻ ചെയ്തതെന്നാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത്. എക്സൈസ് ഈ കേസ് കളവായെടുത്ത കേസാണെന്ന് മനസ്സിലാക്കിയപ്പം എക്സൈസിൻ്റെ വിജിലൻസ് ക്രൈം ബ്രാഞ്ച് ഇത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ എക്സൈസിൻ്റെ ഒരു ഇൻസ്പെക്ടർക്ക് വന്ന ഒരു കോള് അതവർ പ്രിസർവ് ചെയ്യേണ്ടതാണ്. ആ കോളിലെ വിളിച്ചയാളെ കണ്ടെത്താൻ 1 വർഷം എടുത്തു. അവരുടെ ഭാഗത്ത് അത് അന്വേഷിക്കുന്ന ആ എക്സൈസ് ക്രൈം ബ്രാഞ്ചിൻ്റെ വീഴ്ച തന്നെയാണത്. അതിന് യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് 1 വർഷം എടുത്തത്? പക്ഷേ ഇപ്പം മനസ്സിലാകുന്നത്, അന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീല സണ്ണി തൻ്റെ ബന്ധുവായ ഒരു സ്ത്രീയുടെ അവരുടെ സഹോദരി മുഖേനയാണ് ഈ തൃപ്പൂണിത്തുറയുള്ള ഇയാൾ വന്നു ചേർന്നത്. അയാൾ ആ വിവരം കൊടുത്തത് അയാൾ നേരിട്ട് കൊടുത്തോ വേറൊരാളുടെ പേരിൽ കൊടുത്തോ അല്ല അയാളുടെ സുഹൃത്ത് മുഖേനയാണോ എക്സൈസ് ഇൻസ്പെക്ടർക്ക് ഈ വിവരം കൊടുത്തത് എന്ന് ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഇപ്പം ഏകദേശം 1 വർഷമായി. ആളെ കണ്ടെത്തിയെന്നേ പറയുന്നുള്ളൂ. അയാൾ ഹൈക്കോടതി ഇപ്പം മൂവ് ചെയ്തു, താൻ നിരപരാധിയാണ്, തന്നെ കേസിനകത്ത് കുരുക്കുകയാണെന്ന്. അയാൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നതെന്നും പറയുന്നു. ആളിപ്പോൾ അബ്സ്കോണ്ടിങ് ആണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഈ കേസ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സൈസിൽ നിന്ന് ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഷീല സണ്ണി ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങണം. കാരണം ഇത് അവരന്വേഷിച്ചാൽ അവരുടെ തന്നെ ഒരു സ്റ്റാഫാണ്, ഇൻസ്പെക്ടറാണ്, നീതി നടപ്പാകുന്നില്ല. 1 വർഷത്തെ ഡിലേയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇവരെന്തായാലും ഹൈക്കോടതിയിൽ ഇപ്പം പോയതുകൊണ്ട് മാത്രമാണ് അവർ ജയിലിൽ നിന്ന് മോചിതയായത്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് അന്വേഷണം എക്സൈസിൽ നിന്ന് മാറ്റാനായിട്ട് അവർ വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്ത് നീതി ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ആ കേസിനകത്ത് തന്നെ കുരുക്കിയ എക്സൈസ് ഇൻസ്പെക്ടറെ പ്രതിയാക്കണം. അതുപോലെ ഇതിനകത്ത് ആരാണ് തൻ്റെ ബന്ധുവായ സ്ത്രീ ആരാണ് ഇതിന് കരു നീക്കിയത് അവരെ പ്രതിയാക്കണം. അവരുടെ നിർദ്ദേശം കേട്ട് ആ വിവരം എക്സൈസ് ഇൻസ്പെക്ടർ കൈമാറിയ ആളാര് അയാളെ പ്രതിയാക്കണം. അപ്പോൾ അന്വേഷണം നീളണം. അന്വേഷണം എക്സൈസുകാർ നീട്ടി കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥം അവർക്ക് അതിനകത്ത് താല്പര്യമില്ല എന്നാണ്. നീതി നടപ്പാക്കണം എത്രയും പെട്ടെന്ന് ക്രൈം ബ്രാഞ്ചിലേക്ക്. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഒരാളെ കുരുക്കി തന്നാൽ ഇത്ര രൂപ ഒരു കോൺട്രാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി നോക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അന്വേഷണം കൃത്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഷീല സണ്ണി എന്ന നിരപരാധിയായ വീട്ടമ്മ 72 ദിവസം ജയിലിൽ കിടന്നതിന് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. അത് ആരിൽ നിന്ന് ഈടാക്കണം? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെട്ട പ്രതികളിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നിശ്ചയിക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് നീതി നടപ്പാക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്രൈം ബ്രാഞ്ചിന് പോകണം. ഇതിൻ്റെ ഈ NDPS ആക്ടിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കളവായി ഡ്രഗ്സിൻ്റെ കേസിനകത്ത് ഒരാളെ കുരുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രഗ് കേസിന് യഥാർത്ഥത്തിൽ പ്രതിക്ക് എത്ര വർഷത്തെ ശിക്ഷയാണ്, അതേ ശിക്ഷ കളവായിട്ട് ഇൻഫർമേഷൻ കൊടുത്ത ആളെ അവരെ കുരുക്കിയ ആൾക്കും കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. പൊതുവേ നമുക്ക് നീതി നടപ്പാക്കണമെങ്കിൽ ഈ ബ്യൂട്ടി പാർലറുകാർക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് ക്രൈം ബ്രാഞ്ചിലേക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.